ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നാണ് നമ്മുടെ പ്രസിദ്ധമായ വേങ്ങശ്ശേരിക്കാവ് പൂരം. സോദാ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിരിക്കുന്ന തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നോക്കി ക്യൂ ആണ് കേട്ടോ. ഫുൾ എന്താ പറയുക, നമ്മുടെ കണിക്കൊന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ തൊഴുതു. ഇനി നമുക്ക് രണ്ട് ഇതും കൂടെ തൊഴാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വേങ്ങശ്ശേരിക്കാവ് പാടം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള കൂത്തമ്പലം പാടം. ഇവിടെയാണ് നമ്മുടെ ആനപ്പൂരവും തറയും കാര്യങ്ങളുണ്ട്. ഇത്ര വിശാലമായ പാടാണ്. ഓരോരോ വീട്ടിൽ ആന കുളിച്ചും കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പം നമുക്കിന്ന് പൂരം കാഴ്ചകൾ കാണാം. വരും. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതേ പൂരം പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 18 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ആ ഒരു സംഭവത്തിൻ്റെ എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് മൊത്തം ചിലപ്പോൾ ഈ ഫുൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും പൂരം ഒരുപാട് പേര് കണ്ടിട്ടില്ല അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലേ ദിവസത്തെ, അതായത് പൂരം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കൂ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ രാവിലെ തന്നെ നമ്മളിതേ വേങ്ങശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. രാവിലെ പൂരത്തിൻ്റെ അന്ന് എല്ലാവരും അമ്പലത്തിൽ വരുമല്ലോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് രാവിലെ 6 മണിക്ക് തന്നെ പോയി തൊഴുതു. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിലാകുമ്പോൾ തറ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ നേരത്തെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ ബലൂണാണ് ഞാൻ ഇന്നലെ കാത്തിരുന്ന്. ഇന്ന് കിട്ടി. ഇതിൻ്റെ ഒരു മണം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കും, ഞാനും ഗീതു. എന്നിട്ട് ഇതിൻ്റെ ആദ്യം പൊട്ടും. അപ്പം ഞാൻ അവളോട് പറയും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും, നല്ല രസമെന്ന്. അപ്പം അവൾ ഇരിക്കും, അങ്ങനെ അവളുടെയും പൊട്ടും. അപ്പം ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കളി. ഈ ബലൂണിൻ്റെ രസം ഒരു ബലൂണും ഇല്ല കേട്ടോ. പൂരത്തിൻ്റെ ബലൂണ് കിട്ടിയ സന്തോഷത്തിലാണ്. തലേദിവസം പോയപ്പോൾ ആ ബലൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ പുയ്പ്പിലി സാധനങ്ങൾ, പാവ. കുറേ പേര് നമ്മുടെ മുന്നത്തെ വ്ളോഗ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാവേനെ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് എന്നുള്ളതല്ലേ. ശരിക്കും എനിക്ക് ആ പാവക്കുട്ടീനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. മിത്തുക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പൂരത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആനകളൊക്കെ ഇങ്ങനെ നല്ല കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ശരിക്കും പൂരത്തിൻ്റെ നമ്മുടെ അമ്പലത്തിലേക്ക്. പിന്നെ ഈ സമയത്തൊക്കെ വണ്ടി കൊണ്ടുവരാനും പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഇതാണ് പൂരം സ്പെഷ്യൽ പലഹാരങ്ങൾ. പൊരി ആറൻ. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പൊരി 6 നമ്പർ. ഈ പൊരിയുടെ ഇടയിൽ ഒരു കൈപ്പിടിയിൽ പൊരി, അതിൻ്റെ ഇടയിൽ ഒരു 6 നമ്പർ, പിന്നെ കയ്യിലിടുന്ന മോതിരം എന്ന് പറഞ്ഞ നുറുക്കുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊരു പ്ലേറ്റ് ഇരുന്ന് കഴിക്കാറ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് അരിയുടെ കറുത്ത ഹലുവ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതേപോലെ ഗോതമ്പിൻ്റെ ഹലുവയും കൂടി ഉണ്ട് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട്. പിന്നെ ഇതേ പൂരവിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പൂരത്തിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ നിന്ന് ഈ പൂരം പുറപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആനേനി 3 ക്ലബ്ബുകളുടെ വക ആന, 2 ക്ലബ്ബിൽ ആന ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി പഞ്ചാരി മേളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ പൂരം പോവുക. അപ്പോൾ അത് പോവാൻ വേണ്ടി ആനനെ റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സീനാണ് ഇത് തന്നെ കേട്ടോ. അപ്പോൾ എന്തായിരിക്കും പൂരം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, ഒരു ഇതുപോലെയാണ് ഓരോ ക്ലബ്ബുകാർക്കും അവരുടെ ആ ഒരു ആനേനെയും സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് പോവും. രാവിലെ തന്നെ പൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവാണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചത്. അമ്പലത്തിലും പിന്നെ വേറെ പൂവുണ്ടായിരുന്നു. ഇനി വളക്കാർ വരും. പണ്ട് മുതലേ ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ. ഈ വളക്കാരൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ വരും. വള എത്ര തലേദിവസം വാങ്ങിയതാണെന്നറിയാം. പക്ഷേ എന്നാലും വള കാണുമ്പോൾ ഒരു തരം ആർത്തിയാണ്. കുപ്പിവള അത് അവരിങ്ങനെ ഇട്ട് തരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കരിവളയായാലും എന്ത് വളയായാലും ഒരു പ്രത്യേക രസം. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും പൂരത്തിന് എനിക്കും മിത്തുവിനുള്ളത് അമ്മ ഓൾറെഡി വാങ്ങിച്ച് വെക്കാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ വെക്കേഷന് നാട്ടിലേക്ക് വരുമ്പോഴാണ് അമ്മ അത് തരാറ്. അങ്ങനെയാണ് എല്ലാ വർഷവും ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഡയറക്റ്റ് വാങ്ങാൻ പറ്റി. മറ്റേത് എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ പൂരത്തിന് വള വരൂലേ, അത് വരൂലേ എന്നൊക്കെ പറഞ്ഞ്. ഇനി ഇതാ തറയും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ.
അപ്പൊ വീട്ടിലേക്ക് തറ വരുമ്പോ നമ്മള് തിറ എന്ന് പറയുമെങ്കിലും ഞാൻ പിന്നെയും പിന്നെയും പറയണം നമ്മുടെ ഏരിയയില് തറ എന്നാണ് പറയാ ട്ടോ. അപ്പൊ നമ്മള് ഭഗവതി വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് വിളക്കും പറയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഓരോ പ്രാവശ്യം എത്ര തറ വരുന്നോ അതിനനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് വിളക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ആ ഭഗവതി ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ രമേശേട്ടൻ്റെ അച്ഛൻ ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയും അമ്മമ്മയൊക്കെ വൃന്ദാവനത്തിലാണ്. പൂരാകുമ്പോഴേക്കും അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടേ അവരെത്തുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ നമ്മുടെ നാട്ടുകാരാണെന്ന് അറിയാലോ. രമേശേട്ടൻ്റെ അമ്മയുടെ വീടാണ് വളാഞ്ചേരി. അച്ഛൻ നമ്മുടെ ഏരിയയിലാണ്. അപ്പം അച്ഛൻ പണ്ട് മുതലേ പോയിരുന്ന പൂരങ്ങളാണ് ഈ മനമക്കാവ് വേങ്ങശ്ശേരിക്കാവ് പൂരങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ പൂരം എവിടെ എത്തി, ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ. ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്ന തറ തന്നെയാണോ? എല്ലാ വീട്ടിലും ഇങ്ങനെ കളിച്ച് കളിച്ചിട്ടാണല്ലോ പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10-30 തറ മൊത്തം അവിടെ വരാനുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആനയുടെ ഒരുക്കങ്ങളൊക്കെ എന്തായി? അപ്പോൾ ആനേനെ അവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് കണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയപ്പോൾ ദേ വരുന്നു അടുത്തത് കൈനോട്ടക്കാരി. ഇത് പൂരത്തിന് മസ്റ്റാണ് കേട്ടോ. രേഖ തെളിഞ്ഞിട്ടില്ലെങ്കിൽ തത്തേനെടുക്കും, രേഖ തെളിഞ്ഞാൽ കൈ നോക്കും. പക്ഷെ ഞങ്ങൾ രണ്ടും നോക്കി. അതൊരു പ്രത്യേക രസം. പണ്ട് മുതലേ അത് എന്താ പറയുക ഒരു വികാരമാണ്. എല്ലാ പ്രാവശ്യം ചിലപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ എല്ലാ കൊല്ലം വന്നിരുന്ന ആൾക്കാർ തന്നെയാണ് വരിക. അപ്പോൾ നമ്മളെ നന്നായിട്ട് അറിയാം. എന്നാലും ഒരു രസം. അപ്പോൾ എൻ്റെയൊക്കെ എല്ലാവരും ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പറയുന്നത് കുറേയൊക്കെ കറക്റ്റ് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും ചിരിക്കുന്നത്. ഭയങ്കര ടെൻഷൻ അടിക്കും, എല്ലാവരെയും ടെൻഷൻ അടുപ്പിക്കും, അങ്ങനത്തെ സ്വഭാവമാണ് എന്നൊക്കെ പറയാണ്. ഇവരെ നമുക്ക് അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നോക്കും. എത്ര പേര് വീട്ടിലുണ്ടോ അത്രയും പേര്. പണ്ടൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ സിബ്ലിങ്സും അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ഒരു 50 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്തൊക്കെയല്ലേ. അപ്പോൾ 50 പേരുടെയും കൈ നോക്കും. ഇതൊക്കെ ഒരു ഒരു പൂരത്തിൻ്റെ ഒരു ആചാരമല്ല, പക്ഷേ നമ്മുടെ ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതാണല്ലോ ഈ ഏരിയയിൽ കൂടെ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോഴും പോണത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഞാൻ ശരിക്കും മിസ്സായേനെ. കാരണം പറമ്പിൽ പോരുന്നത് ചെയ്യണതും നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തരായി വരുന്നതും ഭയങ്കര ഡിഫറൻസ് അല്ലേ. രാവിലെ മുതൽ ആ ഒരു പൂര ഫീൽ നമുക്ക് കിട്ടും. മറ്റേത് പറമ്പ് പോയാൽ മാത്രമല്ലേ നമുക്ക് ആ ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യെ നോക്കിയതിന് ശേഷം ഞാൻ തത്തേനെടുത്തു. മിത്തും കൈ നോക്കിയിട്ട് മിത്തും തത്തേനെടുത്തു. രമേശേട്ടൻ പിന്നെ തത്തേനൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ട് സിപ്പപ്പും പെപ്സ് ആ കോലൈസൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴും. അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ ഭക്ഷണത്തിൻ്റെതായി. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം പൂരത്തിന് വാങ്ങുന്ന സ്പെഷ്യൽ മീനാണ് കണ്ണൻ. കണ്ണൻ എന്നാ പറയുക. ഇത് കായൽ മത്സ്യമാണ്. വരാലെന്നും പറയുമോ എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടാവും. ഫിഷ് കറിയും ഫിഷ് ഫ്രൈ എന്തായാലും ഉണ്ടാവും. പിന്നെ സ്രാവാണ് പിന്നെ നമ്മൾ വാങ്ങുന്ന അടുത്ത ഫിഷ്. ഇത് രണ്ടുമാണ് പൂരത്തിന് മെയിനായിട്ട് അതേ വാങ്ങുള്ളൂ കേട്ടോ. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. ഫുൾ സദ്യ ഇല്ലെങ്കിലും അത്യാവശ്യം അവിയൽ, കാളൻ, ഓലൻ ഇങ്ങനത്തെ ഒരു സദ്യ വട്ടം ഉണ്ടായിരുന്നു. പായസം കാര്യങ്ങളും പിന്നെ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, സാമ്പാർ, അങ്ങനെ ഞാൻ പറയില്ലേ ഭക്ഷണമാണ് നമ്മുടെ ഏരിയയിലെ മെയിൻ എന്ന് പറയുന്നത്. ഭക്ഷണം വിട്ടൊരു കളിയില്ല. പായസം, പാലട, കുട്ടികൾക്കൊക്കെ പാലട അല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പാലട. അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ജയൻ്റെ അച്ഛനും എനിക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെ വീട്ടുകാരൊക്കെ ക്ഷണിക്കും. പിന്നെ ബാക്കി അച്ഛൻ്റെ സിബ്ലിങ്സൊക്കെ ഇപ്പോൾ എത്തും കേട്ടോ. എല്ലാവരും എത്തും. അങ്ങനെ നമ്മളിതേ പൂരം കാണാൻ വേണ്ടി പോവാണ്.
നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ ഈ പൂരങ്ങളൊക്കെ പോവുക. അത് കണ്ടോ ഫുൾ റിലേറ്റീവ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പൂരത്തിന് എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരും. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന പൂരം കണ്ടൊരു ഫീലാണ്. വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പൂരങ്ങൾ പോവാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. 3 പൂരങ്ങളാണ് നമ്മുടെ ഈ ഏരിയയിൽ കൂടെ പോണത്. അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും എല്ലാവരും വരാറാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പലരും പല സ്ഥലത്തായിരുന്നു ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ പൂരം ഈ റോട്ടിൽ കൂടെ പോകുന്ന കാരണം എല്ലാവരും ആ സമയമാകുമ്പോഴേക്കും എത്തും. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൈ നോക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പൂരത്തിനുള്ള ആൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ. അതെ, അതാണ് സത്യം. അപ്പോൾ ഇനി കരിങ്കാളി, മൂക്കോഞ്ചാത്തൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ പോട്ടെ. കരിങ്കാളി നല്ല രസം, പേടിപ്പിക്കും നമ്മളെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പണ്ട് കുട്ടികളാകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പണ്ടത്തെ ഓരോരോ കലാരൂപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനത്തെ പൂരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണല്ലേ. അപ്പം നമ്മുടെ അടുത്ത ജനറേഷൻ ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതും ആ ഒരു സംസ്കാരം നിലനിർത്തുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. മിത്തുക്കുട്ടിക്ക് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ, ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് അല്ലേ, നെക്സ്റ്റ് ജനറേഷൻ ഇതൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമല്ലേ. അടുത്ത ക്ലബിൻ്റെ പൂരമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, ആനയും അതുപോലെ പഞ്ചവാദ്യമാണോ പഞ്ചാരി മേളാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പൂരം കുറച്ച് നേരം കൊട്ടും. അത് പണ്ട് മുതലുള്ള വലിയച്ഛനുള്ള കാലം മുതലേ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാ പൂരങ്ങളും കുറച്ച് നേരം കളിക്കും കേട്ടോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ്. ഇതേ അടുത്ത പൂരം വന്നു. ഇതെനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ലാസ്റ്റാണ്, മൂന്നാമത്തെ. നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. അപ്പോൾ ഈ ഒരു പൂരം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മുടെ ഏരിയയിലുള്ളത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യും. കാരണം അവിടുത്തെ പൂരം കാണണമല്ലോ, പിന്നെ വെടിക്കെട്ടും കാണണം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ കോക്കാട് പിന്നെ ആ ഭാഗത്തുള്ള പൂരങ്ങളൊക്കെ അപ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിറയെ പൂരങ്ങളാവും കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ സമയം ഒരു 5:30 ആയി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ അല്ലേ 5:45. ഇപ്പം നമ്മുടെ ഏരിയയിലുള്ള പൂരങ്ങളൊക്കെ ഇവിടുന്ന് പോയി. ഇനി തൊഴൂക്കര, ഞാൻ പറഞ്ഞ പോലെ തൊഴൂക്കരയിൽ നിന്ന് വരും, കോട്ടപ്പാടത്ത് നിന്ന് വരും. അങ്ങനെ എല്ലാ പൂരങ്ങളും കൂടെ നമ്മുടെ തലക്കശ്ശേരി, വേങ്ങശ്ശേരിക്കാവ്, പറമ്പിൽ എല്ലാ പൂരങ്ങളും കൂടി ഇനി അവിടെയാണ് ആനയും വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളിപ്പോൾ ഇതാ എല്ലാവരും കൂടി നടക്കാൻ പോവാണ്. ഇനി നമ്മൾ വേങ്ങശ്ശേരിക്കാവ് അമ്പലത്തേക്ക് പോകാൻ. ഞാൻ രമേശേട്ടനോടാണ് ഇനി ചോദിക്കുന്നത്. ക്യാമറ ഇങ്ങോട്ട് ഹാൻഡ് ഓവർ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പൂരം? കണ്ട് ക്ഷീണിച്ചു. ഇറങ്ങാം. ഇതാണ് പൂരത്തല്ല്. കൊടുക്ക അടി. പൂരത്തല്ല് ഇന്ന് പെട്ട അടി ഉണ്ടാവണം. പൂരത്തല്ല് ഇതും ഈ പൂരത്തിന്റെ ഒരു ഭാഗമാണോ? ചിലപ്പോ. അങ്ങനെ പൂരത്തല്ല് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്ത് രസമല്ല ഈ പാടം കാണാൻ. ഇത് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് ഭയങ്കര ഭംഗിയാണ്. പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ടാണ് പൂരമൊക്കെ ഇത്ര നന്നായി നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് സത്യം. അവിടുന്ന് മുതലേ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു ഇടവഴി, പണ്ടൊക്കെ ഇടവഴിയായിരുന്നു, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് റോഡായി.
ബിലാല കൂട്ടപ്പാടത്തിന്റെ നമ്മൾ വീട്ടിലെത്തി. ഇപ്പൊ സമയം 9 മണിയായി. വൈകിട്ട് ഒരു 5 മണിക്ക് പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. പൂരം അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, മാക്സിമം എൻജോയ് ചെയ്തു. അവിടെ ചെറുപൂരങ്ങൾ ഒരുപാടുണ്ട്. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്തേക്കാളും ഗംഭീരമായിട്ടാണ് ഇപ്പോൾ പൂരങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും അത്രയും ചെറുപൂരങ്ങളുണ്ട്. വെടിക്കെട്ട് കുറച്ച് കുറവായിരുന്നു. പണ്ടൊക്കെ ഭയങ്കര വെടിക്കെട്ടായിരുന്നു. അതിൽപ്പെട്ട വെടിക്കെട്ടാണോ എന്ന് വിചാരിച്ച് കാർ ഷെഡ് അടച്ചത്. അപ്പോൾ എന്തായാലും അടിപൊളിയായി, ഭയങ്കര രസം. ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം വന്നില്ലെങ്കിൽ ഒരു വൻ നഷ്ടമായിരുന്നു തോന്നുക. കാരണം വേറെ നല്ല കുറേ വർഷമായി. അടുത്ത വർഷം കിട്ടുന്ന 10th ആയ കാരണം അതെന്തായാലും വരാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ കട്ടായിരുന്നു. എക്സാം കഴിഞ്ഞാൽ അന്ന് പോകുന്നതുകൊണ്ട് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ പോലെ പൂരം കാണാനും ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ടായി. അടിപൊളി, ഭയങ്കര സന്തോഷം. എത്ര കാലത്തിന് ശേഷം ഞാൻ എൻജോയ് ചെയ്തു. രമേശേട്ടനും നന്നായി എൻജോയ് ചെയ്തു അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് എല്ലാ കൊല്ലവും വരാം. പക്ഷേ എല്ലാ കൊല്ലവും നമുക്ക് വരാൻ പറ്റില്ല, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഭയങ്കര അടിപൊളിയായി. തൽക്കാലം ഞാൻ ഇന്നത്തെ പൂരം വ്ളോഗ് നിങ്ങളും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പൂരം. വേങ്ങശ്ശേരിക്കാവ് മാത്രമല്ല, നമ്മുടെ ആ ഒരു ഏരിയയിൽ എല്ലാ പൂരങ്ങളും അടിപൊളിയാണ്. ചമ്മണിക്കാവ്, മുല്ലമ്പറമ്പ്, താമം, കല്ലടത്തൂര് ഒക്കെ ഉള്ള പൂരം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. എൻ്റെ ഫ്രണ്ട് ആതിര പറഞ്ഞ പോലെ അവൾ ആ കോട്ടയം സൈഡ് ആ ഭാഗത്തൊന്നും ഇങ്ങനെ പൂരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ കാണാത്ത ആളുകൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നും വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.